ഹായ് ഗൈസ്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മാപ്പും സെറ്റൊക്കെ ഒന്ന് ഓവർവ്യൂ ചെക്ക് ചെയ്തിരുന്നു അല്ലേ. സോ ഇന്നത്തെ വീഡിയോയിൽ ബേസിക്കലി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സെറ്റാണ്. സോ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യുണീക്ക് വാല്യൂസ് മാത്രം സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഉള്ള IDs പോലുള്ള കാര്യങ്ങൾക്കൊക്കെ സൂപ്പർ യൂസ്ഫുൾ ആണ് സെറ്റ് വെച്ചിട്ട്. കാരണം IDs എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവില്ലല്ലോ, അതൊക്കെ യൂണീക്ക് ആയിരിക്കുമല്ലോ. സോ നമ്മൾ സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി ഒരു കീവേഡ് യൂസ് ചെയ്യും. ന്യൂ സെറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ സോ കോൺസ്റ്റ് ID ഈക്വൽ ടു ന്യൂ സെറ്റ്. ഓക്കെ, നമുക്ക് ആദ്യം എംപ്റ്റി സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആദ്യം എംപ്റ്റി സെറ്റ് ക്രിയേറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്തു. സോ നമ്മൾ കൺസോളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കാണാൻ പറ്റും ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. സെറ്റ് ഇവിടെ ഉണ്ട്, പക്ഷേ ഇത് എംപ്റ്റി ആണെന്ന്, സെറ്റിൽ എംപ്റ്റി ആണ്, ഒന്നുമില്ല നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ സെറ്റ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ബേസിക്കലി അറേ അല്ലെങ്കിൽ അനദർ സെറ്റ് അല്ലെങ്കിൽ നോഡ് ലിസ്റ്റ് പോലുള്ള ഐറ്ററബിൾ ആണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ അറേ ആയിട്ട് തന്നെ കൊടുക്കാം സെറ്റിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഒരു അറേ പാസ് ചെയ്തിട്ട് ഞാനിവിടെ 1 2 3 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ 1 2 3 എന്ന് പറഞ്ഞ വാല്യൂ വന്നിട്ടുണ്ട് ബേസിക്കലി അല്ലേ. സോ സെറ്റിൽ 1 2 3 എന്നൊക്കെ കാണാൻ പറ്റും. സോ സെറ്റിൽ ബേസിക്കലി എനിക്ക് എന്താ പറയുക, കൺസോളിൽ ഈ 0 1 2 പോലുള്ള ഇൻഡെക്സ് എല്ലാം യൂസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഓഫ് 0 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തൊക്കെയാണെങ്കിൽ വരില്ല. ബേസിക്കലി ഇത് അൺഡിഫൈൻഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ സെറ്റിൽ എപ്പോഴും ഇതിങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഇൻഡെക്സ് ബേസ്ഡ് അല്ല നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ ഓഫ് 0 ഓഫ് 1 എന്ന് പറഞ്ഞിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. സെറ്റിലെ വാല്യൂസ് റിട്രീവ് ചെയ്യാൻ ബേസിക്കലി കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഗെറ്റ് പോലുള്ള മെത്തേഡൊന്നും ഇല്ല, പക്ഷേ സെറ്റിൽ വേറെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സെറ്റിൽ നമുക്കൊരു വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നറിയണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ IDs നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡോട്ട് ഹാസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ഹാസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ഹാസ് മെത്തേഡ് ബേസിക്കലി ചെക്ക് ചെയ്യുന്ന വാല്യൂ, ഇപ്പം 2 എന്നുള്ള വാല്യൂ ഈ സെറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് ട്രൂ വരും, ഇപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ബൂളിയൻ ആയിരിക്കും വരുന്നുണ്ടാവുക, അത് ഫോൾസ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഉണ്ടെന്നെങ്കിൽ ട്രൂ വരും ആ വാല്യൂ. ഓക്കെ, സോ ഹാസ് മെത്തേഡ് ആ വാല്യൂ നമ്മൾ കൊടുക്കുന്ന വാല്യൂ സെറ്റിലുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഹാസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെ ബേസിക്കലി ഇഫ് കണ്ടീഷൻ അല്ലെങ്കിൽ ടെർണറി ഒക്കെ ഉപയോഗിക്കാനുള്ള സൂപ്പർ യൂസ്ഫുൾ ആണ്. ഈ ഇപ്പം നമ്മൾ കൊടുക്കുന്നൊരു വാല്യൂ ആ സെറ്റിലുണ്ടോ, ഉണ്ടെങ്കിൽ ഇന്ന ഓപ്പറേഷൻ ചെയ്യുക, ഇല്ലെങ്കിൽ അത് എന്താ പറയുക സ്കിപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ ബേസിക്കലി ഈ കണ്ടീഷൻ യൂസ് ചെയ്യാവുന്നതാണ്. സോ പിന്നെ നമ്മൾ പറഞ്ഞു ഇത് ആഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഡ്യൂപ്ലിക്കേറ്റ് ബേസിക്കലി സെറ്റിൽ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഇത് സെറ്റിൽ 2 വീടും ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാൻ ഹാസ് റിമൂവ് ചെയ്യണം. എന്നിട്ട് ഞാൻ ഈ IDs എടുത്തു. ഞാൻ ആ വാല്യൂ ഒന്നും കൂടി ആഡ് ചെയ്യാൻ നോക്കാം. ഡോട്ട് ആഡ് ഓഫ് 2 എന്ന് പറഞ്ഞു കൊടുക്കാം നമുക്ക്. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആഡ് ചെയ്ത് കഴിഞ്ഞാലും സെറ്റ് സെയിം സൈസ് തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞു യുണീക്ക് ആയിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലൗ ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സെറ്റിലെ വാല്യൂസ് ലൂപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേറെ മെത്തേഡ് ഉണ്ട്, ഓരോന്ന് ലൂപ്പ് ചെയ്യാതിരിക്കുന്നത്. അതാണ് എൻട്രീസ് മെത്തേഡ്. സെറ്റിലുള്ള വാല്യൂസ് ലൂപ്പ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എൻട്രീസ് മെത്തേഡ് വെച്ച് ലൂപ്പ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ എഴുതാം ഫോർ ഓഫ് മെത്തേഡ് എഴുതാം. കോൺസ്റ്റ് എൻട്രി ഓഫ് IDs ഡോട്ട് എൻട്രീസ് മെത്തേഡ് വെച്ച് എഴുതി നമ്മൾ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പറയും കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് എൻട്രി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് റീലോഡ് ചെയ്ത് കഴിഞ്ഞ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 1 2 3 വന്നിട്ടുണ്ട്. ഇത് ലാസ്റ്റത്തെ കൺസോളാണ് വന്നിരിക്കുന്നത്. സോ ഇത് റിമൂവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ 1 2 3 നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഔട്ട്പുട്ടായി വരുന്നത് ബേസിക്കലി അറേ പേഴ്സ് തന്നെയാണ്. കുറച്ച് വേർഡായി തോന്നൂല്ലേ നിങ്ങൾക്ക്, എന്ന് വെച്ചാൽ ഇത് നമ്മൾ വാല്യൂ വാല്യൂ എന്ന് വന്ന പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ എൻട്രീസ് ബേസിക്കലി ഞാൻ പറഞ്ഞു അത് 2 തരത്തിലുണ്ട്. വാല്യൂസ് പറഞ്ഞുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രിങ് ആക്കി മാറ്റാം. ഓക്കെ, ഹായ് ഹലോ ഹെൽപ്പ് ദിസ്
ഇങ്ങനെ കുറച്ച് വാക്കുകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഇതും നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതും ബേസിക്കലി എന്താ വരുന്നത്, എൻട്രീസ് തന്നെയാണ് വരുന്നത്. ലൈക്ക് പിന്നെ കീ വാല്യൂ പേര് പോലെ തോന്നുള്ളൂ. ലൈക്ക് വാല്യൂ കോമ വാല്യൂ, കീ വാല്യൂ അല്ല, വാല്യൂ കോമ വാല്യൂ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലും. ഓക്കെ, ഇതെന്താ 2 തവണ വാല്യൂ വരുന്നത് എനിക്ക് തോന്നുന്നുണ്ടാവും. കാരണം ഞാൻ പറയണമെങ്കിൽ മാപ്പ് ഡോട്ട് എൻട്രീസിനോട് സെയിം സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. നമുക്ക് മാപ്പ് പഠിക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. മാപ്പ് ഡോട്ട് എൻട്രീസിനോട് സെയിം സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാപ്പിൽ യൂസ് ചെയ്യുന്നത്. മാപ്പിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കീ കോമ വാല്യൂ ആണ് വരുന്നത്, സെറ്റിൽ കീ ഇല്ലല്ലോ. സോ അതുകൊണ്ട് വാല്യൂ തന്നെ 2 തവണ വരുന്നു. സോ നിങ്ങൾക്ക് ആക്ച്വൽ വാല്യൂ വേണം എന്നുണ്ടെങ്കിൽ സിമ്പിളാണ്, ഈ എൻട്രി ഇല്ലേ, എൻട്രി ഓഫ് 0 വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വാല്യൂസ് മാത്രം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, സോ നിങ്ങൾക്ക് പെർട്ടിക്കുലർ വാല്യൂ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം ഇതിൻ്റെ ഉള്ളിൽ. ഇത് ഡിലീറ്റ് ചെയ്യാനായിട്ട് സിമ്പിളാണ്, ഒരു മെത്തേഡ് ഉണ്ട് സെറ്റിൽ, IDS ഡോട്ട് ഡിലീറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് എന്താണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് എഴുതാം. ഇപ്പം ഞാനിവിടെ ഹായ് കൊടുത്തു. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിൻ്റെ പേര് മാറിപ്പോയി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. ഓക്കെ, റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഡിലീറ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. സോ ഇതൊരു നൈസ് തിങ് ആണല്ലേ. സോ സെറ്റിൽ ഇല്ലാത്ത വാല്യൂ ഡിലീറ്റ് ചെയ്താൽ ബേസിക്കലി നിങ്ങൾ എന്ത് സംഭവിക്കും, ഇപ്പം ഞാനിവിടെ ഇല്ലാത്തൊരു വാല്യൂ ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ 444 എന്ന് കൊടുത്തു. റൺ ചെയ്ത് കഴിഞ്ഞാൽ എറർ ഒന്നും വരില്ല ബേസിക്കലി, അതാണ് നൈസ് തിങ്. ഓക്കെ, എറർ ഒന്നും വരില്ല, അത് ഇഗ്നോർ ചെയ്യുള്ളൂ. സെറ്റിൽ വാല്യൂ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യും, വാല്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ആ ലൈൻ ഇഗ്നോർ ചെയ്യും. ബേസിക്കലി ഡിലീറ്റ് ചെയ്യൊന്നുമില്ലല്ലോ, അപ്പോൾ അത് ഇഗ്നോർ ചെയ്യും. നിങ്ങൾക്ക് കുറച്ചും കൂടി സേഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കാം. ഇഫ് നമ്മൾ മുമ്പ് എഴുതിയില്ലേ, ഹാസ് മെത്തേഡ് എഴുതിയിരുന്നല്ലോ. സോ അതുപോലെ വെച്ചിട്ട് ലൈക്ക് IDS ഡോട്ട് ഹാസ് ഓഫ് ഹായ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഹായ് ഉണ്ടെങ്കിൽ മാത്രം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ എഴുതാം. എന്നിട്ട് ഇതെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിടാം, എന്നിട്ട് എടുത്ത് മാറ്റാം. സോ ഇത് ബേസിക്കലി അതുപോലെ തന്നെ ചെയ്യുന്നത്. ഹായ് ഉണ്ടെങ്കിൽ ഹായ് ഡിലീറ്റ് ചെയ്യും. സോ കുറച്ചും കൂടി സേഫായി. പക്ഷേ ഇത് റിക്വേർഡ് അല്ല, കാരണം എററൊന്നും വരുന്നില്ലല്ലോ. ഞാനത് കാണിച്ചെന്നുള്ളൂ, ഇങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് കാണിച്ചെന്നുള്ളൂ. ഇത് റിക്വേർഡ് അല്ല എന്നുള്ളത് ഞാൻ പറയുന്നു. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇത് ബേസിക്കലി യൂണിക് വാല്യൂസൊക്കെ മാനേജ് ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ ഡാറ്റ സ്ട്രക്ചർ സെറ്റ് തന്നെയാണ്. അറേ ഏറ്റവും കോമൺലി യൂസ് ചെയ്യും, പക്ഷേ യൂണിക്നെസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സെറ്റാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.